അപ്പോൾ ജിബിൻ്റെ ഷാഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചിരിക്കും. ഈ റോഡിൽ ആദ്യത്തെ മീനെ കളയരുതെന്നൊക്കെ എല്ലാവരും ഞാൻ കളയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി നല്ല വിശ്വാസമുണ്ട്. നന്നായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയ റോഡിൽ ഇത് പ്രൂഡായിട്ടുള്ള റോഡാണ്. മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിരിക്കും. ഇത് കണ്ട 50 ഗ്രാമായിട്ട് അടിച്ചേക്കുന്നുണ്ട്. ഈ ഷാഡിൽ അടിച്ചേക്കുന്നത്. വന്ന വഴി തന്നെ നല്ല കിട്ടുക്കാച്ചി മീനാണ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോ റേറ്റ് ഉണ്ട്. ഓ ബ്രാലി. ഈ വീഡിയോയിൽ നമുക്ക് 6-7 മീനോളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇതൊരു ഷോപ്പ് വിസിറ്റ് വീഡിയോ ആണ്. നമ്മൾ പിന്നെ ബോറടി ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു മീൻ സ്ട്രൈക്ക് എടുത്തുന്നുള്ള കേട്ടോ വീഡിയോ. ഈ വീഡിയോനെ നമ്മൾ വേറൊരു പാർട്ട് 3 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നല്ല കിഡ്ലം ബ്രാലി കേട്ടോ. 1 കിലോ റേഞ്ചിൻ്റെ മേലിലുണ്ട്. ഇത് ഈ പ്ലെയർ ഒരു അടിപൊളി മൾട്ടി ഫങ്ഷൻ പ്ലെയറാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. നമ്മുടെ കയ്യിൽ നിന്ന് പല കടക്കാരും 270, 250, 290 ആ റേഞ്ചിൽ വെച്ച് മേടിക്കേണ്ടത് 300 ചില്ലാൻ രൂപയുള്ളൂ. ഷാർപ്പ് കട്ടിങ്ങാണ്. ഏത് ആംഗിളിൽ വേണം കട്ട് ചെയ്യാം. കുറേ ഫങ്ഷൻ ഉണ്ട്. നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്യണതായിരിക്കും കേട്ടോ. ആ പ്ലെയറിൻ്റെ മാത്രം. ഒന്നുകൂടി അടിച്ചിട്ടാ വളർത്ത ബ്രാല. അപ്പോൾ ഫിഷിങ്ങിന് ഉതകണ പല സൈസ് നമുക്ക് എക്കണോമിക്കലായിട്ട് തോന്നുന്ന പല ടാക്കിൾസും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല റിസൾട്ടുള്ള പല സാധനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുതിട്ടാ. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രൈക്കുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ അത് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതൊരു ഷോപ്പ് വിസിറ്റ് വീഡിയോ ആണ്. നല്ല ലൈറ്റ് റോഡുകൾ കുറേ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസാരിക്കും. കിട്ടും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലിൽസ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലിൽസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റോഡ് ഏതാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റോഡ് നമ്മൾ എടുക്കുന്നതിന് അത് ഈ റോഡ് ഇവിടെ വെച്ചുകൊണ്ടിരുന്ന പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
ഈ സാധനം എടുക്കുന്നതിന് ടാക്കൂക്കാനായിട്ട. ഇത് ഒരുമാതിരപ്പെട്ട 90% കടകളിൽ ഈ സാധനം ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. നമുക്കിവിടെ ഈ സാധനം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളപ്പം തന്നെ പേയ്മെൻറ്റ് അഡ്വാൻസ് ഇട്ട് സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു. റോഡ് ഈ റോഡിനെ രൂപമാറ്റം വരുത്തിയിട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് ആ റോഡ് ഏതാണെന്ന് മനസ്സിലായില്ല. അവൻ എന്നെ കൊണ്ട് ഈ റീൽ സീറ്റ്, ഞാൻ റീൽ സെറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കാറുണ്ടല്ലോ, ഇവിടെ ഈ റീൽ സീറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടാണ് കൊടുക്കാനായിരുന്നു. അപ്പം അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒപ്പം കൂടെ കുറച്ച് റോഡുകൾ വന്നിട്ടുണ്ട്, അതൊന്ന് പരിചയപ്പെടുക സിമ്പിളായിട്ട്. ഈ ചൂണ്ടില്ലേ, ഈ ചൂണ്ട ഇത്രയും അന്വേഷിക്കാനും ഇത്രയും തപ്പാനും എന്താണ് കാരണം? ഈ റോഡ് നമ്മൾ തപ്പി നടക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫ്യൂസ് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ റഫ്യൂസ് ചെയ്ത് നശിപ്പിക്കാവുന്ന രീതിയിലൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുന്ന ചൂണ്ടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ചൂണ്ടിയാണ്. ഇത്രയും നാളായിട്ട് നമ്മൾ ഓടിക്കാൻ നോക്കിയിട്ട് ഓടിക്കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റോഡ് തപ്പി നടക്കാൻ ഒന്നാമത്തെ കാരണം. പിന്നെ ഈ റോഡിൻ്റെ ഒരു പ്രത്യേക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 145 ഗ്രാം വെയിറ്റ് ഉള്ളൂ. എക്സ് കാർബൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എക്സ് റാപ്പിഡ് കാർബണാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് വെയിറ്റ് ആണ്. ഒറ്റ കൈമൊക്കെ സുഖമായിട്ട് കാസ്റ്റ് ചെയ്യാം. ഈ ലുക്കാനഡ റോഡിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഭയങ്കര ഫാസ്റ്റ് ആക്ഷൻ റോഡുകളായിരിക്കും. പക്ഷേ ഈ റോഡിൽ കമ്പോസിറ്റ് ഫിക്സ് ഉള്ളതുകൊണ്ട് ഇത് അത്യാവശ്യം ഫ്ലെക്സിബിളും കൂടിയാണ്. നിങ്ങൾക്ക് മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 80% മീൻ മിസ്സാവൂല. കാരണം ഇത് വളഞ്ഞു കൊടുക്കും ഒരു പരിധി വരെ. മീൻ നൈസായിട്ട് നമ്മുടെ ഏകദേശം പറയുന്നത് സിറോക്കിൻ്റെ സീവാക്ക് XT റോഡ് പോലെ അതിൽ ഇത്തിരി ഫാസ്റ്റാണ്, എന്നാലും ഏകദേശം അതുപോലെ വളയും. 50-120. പക്ഷെ അത് ഓൾറെഡി നമ്മളിങ്ങനെ ആക്ഷൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ പ്രത്യേകത. ഈ റോഡിൻ്റെ ഇതിന് എനിക്ക് ആകെ ഫീൽ ചെയ്തേക്കണ കുഴപ്പം ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ സെക്ഷൻ ഊരിപ്പോണുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച 8 ദിവസം ഉപയോഗിച്ചുള്ളൂ ഈ റോഡ്. ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ട് വിറ്റ റോഡാണ്. അത് വേറെ ഒന്നും കാര്യം, അത് ഇവിടെ ഭയങ്കര ഗ്ലോസി ആയതുകൊണ്ടാണ്. അതൊന്ന് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്കിത് പോകേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത്തിരി വാക്സ് ഉപയോഗിച്ചാൽ മതി. വാക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ആ പ്രശ്നത്തിൽ മാറി. ഞാൻ വാക്സ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം എറിഞ്ഞു വലിച്ച് ചെറുതടിച്ച് രാവിലെ തന്നെ ചെറുതടിച്ച് ഞാൻ കുക്കപ്പ് കൊടുത്ത് മീനക്കാരൻ കഴിഞ്ഞപ്പോൾ ടോപ്പ് സെക്ഷൻ ഇത്രയും ഇതായിട്ടിരിക്കും. അങ്ങനെ വാക്സ് ഉപയോഗിച്ചതിന് ശേഷം അത് മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തോടിന്റെ അപ്പുറത്തേക്ക് എറിഞ്ഞ് പിടിച്ചേട്ടാ. നമ്മ എറിഞ്ഞു വിടുമ്പോ ചിലപ്പോ ലൂസാവും. ഇതെപ്പോഴും നിങ്ങൾ ആരെങ്കിലും റോഡ് എവിടെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഏത് റോഡാണെങ്കിലും നമ്മൾ ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഫേർട്ട് വേണ്ട. അപ്പൊ എന്തായാലും ഒരു ചെറിയ ലൂസ് പ്രതീക്ഷിക്കും. ഈ അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം റോഡിന്. പക്ഷെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും ഓടിയണില്ല. കൂട്ടുകാരൻ കഴിഞ്ഞ എന്തെങ്കിലും ഒരു വീഡിയോയിൽ വലിച്ചെറിയുന്നുണ്ട് ഈ റോഡ്. പിന്നെ ഞാൻ തന്നെ ഒരു പ്രാവശ്യം മീനുണ്ടെങ്കിൽ മിസ്സാൻ വേണ്ടി ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇടക്കിടക്ക് നമ്മൾ ഇതിനെ അറിയാറുണ്ട്. പക്ഷെ ഇവന് ഒടിയണില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇതില് കാർബൺ മാത്രമല്ല. അപ്പൊ ഈ റോഡ് കാണുന്നവരൊക്കെ ഇവിടെ ഏത് കടയിൽ കണ്ടാലും ഓടിച്ചിട്ട് മേടിച്ചോട്ടോ. അല്ല, ഈ ലുക്കാനഡ റോഡ് അധികം ഒരു കടയിൽ കാണൂല. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ നിർത്തിയെന്നാണ് അവര് പറഞ്ഞത്. നമ്മൾ ഈ റോഡ് ഞാൻ കുറച്ച് തപ്പി, അതിനുശേഷം നമുക്ക് ഈ റോഡ് കിട്ടിയത്. അപ്പൊ മിക്കവാറും എല്ലാ കടകളിലും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. കാരണം ഈ റോഡൊന്നും ചെയ്യാനൊരു മനുഷ്യനും ഇല്ല. ഇവിടെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്, വേണ്ടവര് ഓർഡർ ചെയ്തോ. ഈ സൈസ് റോഡുകളൊന്നും ആരും ഇത് എന്താ പറയാ, അതിനൊരു സാധനം പറയൂല, പ്രൊമോട്ട് ചെയ്യൂല. പ്രൊമോട്ട് അല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് ഈ സൈസ് റോഡുകളൊന്നും ആരും പ്രൊമോട്ട് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ പ്രൊമോഷൻ ഇതിന്റെ ഒന്നും ഒരു സ്ഥലത്ത് റിവ്യൂ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് കാരണങ്ങൾ വേറെ ഒന്നുമല്ല, നല്ല സാധനങ്ങൾക്ക് ഒരിക്കലും റിവ്യൂ ഉണ്ടാവില്ല, ഡിമാൻഡ് ഉണ്ടാവില്ല. ഞാൻ പേരെടുത്ത് പറയണില്ല, പല റോഡുകളും 2800 രൂപയുടെയൊക്കെ ഒരു റോഡൊക്കെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുണ്ട്. നമ്മ എടുക്കും, മേടിക്കും, 5 ലിറ്റർ അടിക്കും, പൊട്ടും, 5 ലിറ്റർ എറിയും, പൊട്ടും. ചുമ്മാ 2 കിലോ ചേർന്ന് പടപ്പെടാന്ന് പൊട്ടുണ്ട്. അത് ഒരു ഭാഗം. പിന്നെ വേറെ കമ്പനികളുടെ പേരിൽ കണ്ടമാനം പേര് ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും ഒക്കെ കമ്പനികളുടെ പേരോ അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. നമ്മൾ പറയുന്നത് പ്രൊമോഷൻ ചെയ്യുന്ന സാധനങ്ങൾക്ക് ആണ് ഡിമാൻഡ്. നമ്മളിതിലുള്ളൂ നല്ല സാധനത്തിന് ഒരിക്കലും ആരും അത് എടുത്ത് കാണിക്കുകയുമില്ല. അല്ല, ഇത് പക്ഷേ ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ചുരുങ്ങിയത് 6-8 പേരെങ്കിലും എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഇത് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് അടുപ്പുള്ള 2-3 കൂട്ടുകാർ
ചൂണ്ടെടുക്കാൻ പോണവർ പലരും നമ്മളോട് ചോദിച്ചിട്ട് ചൂണ്ടെടുക്കണം. അപ്പോൾ അമ്മമാരോട് നമ്മൾ പറയടാ ഇന്ന റോഡ് നല്ലതാടാ, ഇന്ന റോഡാണ് എൻ്റെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും നിന്നില്ല. അവരപ്പം തന്നെ റോഡ് എടുത്ത്. എൻ്റെ ഒരു കൺഫർമേഷൻ അതിനേക്കാളും ഉപരിയായിട്ട് എൻ്റെ നമ്മുടെ ഫിഷിങ് ഇത്തിരി കാടൻ ടൈപ്പ് ഫിഷിങ് ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം എൻ്റെ ഇന്ന് റോഡ് ഒടിയണില്ലെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ടവരുടെ ഇതൊന്നും റോഡ് ഒടിയില്ല ഈ റോഡ്. അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റോഡ് തന്നെ സെലക്ട് ചെയ്ത് വന്ന് എടുത്തത്. ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കൺഫേം ആയപ്പോൾ തന്നെ നമ്മൾ ഫ്രെയിമിലിട്ടൊരു സാധനം എടുത്തു. ഇനി ഇവിടെ ഒരു 2 റോഡ് 6 പീസോളം ഉണ്ട്. നമ്മളെന്തായാലും ചാടിക്കറിഞ്ഞ അടുത്ത റോഡ് എടുക്കാനുള്ള, കാരണം വീട്ടിൽ ഏകദേശം മൊത്തം ഒരു 10-20 ചില റോഡോളം ആയി. ഇനി റോഡ് കൊണ്ട് വീട്ടിലോട്ട് എന്നാൽ പെണ്ണുങ്ങളെ ഓടിക്കും. അതുകൊണ്ട് നമ്മൾ ഇനി റോഡ് എടുക്കണില്ല. പിന്നെ മാത്രമല്ല ഈ റോഡ് നമ്മൾ എടുത്ത് നമ്മുടെ ഒരു റോഡ് സെയിൽ ചെയ്തിട്ടാണ്. നമ്മുടെ വാഹനത്തിൽ നമുക്കൊരു ടൈമിംഗ് കിട്ടും. നിങ്ങൾക്ക് ആ റോഡ് വളയാനുള്ള ടൈമിംഗ് കിട്ടും. നിങ്ങളുടെ ഇനി മിസ്സാവാനുള്ള ടെൻഡൻസി 70% കുറയും. നിങ്ങൾക്ക് വളരെ ഒരു 70% നിങ്ങൾക്ക് മീൻ കിട്ടാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട് ഈ റോഡ്. പിന്നെ തുടക്കക്കാർക്ക് മേടിച്ച് ഉപയോഗിക്കാം. 2000-2050 രൂപ റേഞ്ചും 2075 രൂപ. നമ്മൾ എടുത്ത സമയത്ത് ഈ സാധനത്തിന് 1550-1650 ഉണ്ടായിരുന്നല്ലോ. അന്ന് ആർക്കും വേണ്ടായിരുന്നു. 3 കൊല്ലമായിട്ട് ഈ റോഡ് നമ്മൾ ഓടിക്കാൻ നോക്കണം. ഈ റോഡിന്റെ വേറെ കാര്യങ്ങൾ പറയാം. ഈ റോഡ് എടുത്തിട്ട് ഫസ്റ്റ് ദിവസം പോയി കഴിഞ്ഞിട്ട് ഒരു ചെറുമീനും 6-7 ബ്രാലും കിട്ടി. നമ്മൾ പിറ്റേ ദിവസം തന്നെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാ. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കിട്ടാൻ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. അത് ഫസ്റ്റ് ദിവസം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പോയിട്ട് 2 ചെറുമീനും 1 ബ്രാലും. അടിയോടടി ചെറുമീൻ തന്നെ അടിയായിരുന്നു. പക്ഷെ എനിക്ക് പേടിയ ഒന്നെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ ഈ റോഡ് എടുത്തിട്ട് അവൻ്റെ ഒരാഴ്ച കൊണ്ട് ഇവന് ടോപ്പ് സർട്ടിഫിക്കറ്റ് 2 ഒടിഞ്ഞു പോയി. അവർ ലൂസായിട്ട് ഒടിഞ്ഞാണ്. എന്നാൽ നീ ആ റോഡ് വിറ്റുകളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ റോഡ് വിറ്റത്. പിന്നെ നമുക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ചാനലിന് വേണ്ടി അവൻ കുറച്ച് വില കൂടി പെയിൻ്റൊക്കെ വെച്ചിട്ട് കുറേ കൂട്ടുകാരനെ 2-3 റോഡുകളൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് എനിക്ക് വേണ്ടി കസ്റ്റമായിട്ട് അടിച്ചു. ഒറ്റ സിംഗിൾ കളറായിട്ട് 2 റോഡും കൂടി ഇനി വീട്ടിലിരിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൻ പറയില്ല. അത്രയും ലൈറ്റായിട്ടുള്ള റോഡുകൾ 2 ഈ വീട്ടിലിരിക്കുന്നത്. ഇത് ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചപ്പോൾ അവൻ എനിക്ക് പറഞ്ഞു തന്നാണ്, ഇതാണ് സാധനം, നീ ഒരെണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം മേടിക്കാൻ കാരണം ഇതിൻ്റെ ഇത് ലൂസാണെന്നുകൊണ്ട് തന്നെ അവൻ എന്താണ്ടോട്ടൊക്കെ ചെയ്തു. ഇതിൻ്റെ ഈ ടോപ്പ് സെക്ഷൻ ഭയങ്കര ടൈറ്റായി. ഇപ്പം നമ്മളിങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയറ്റിയിട്ട് ഫിഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ ദൂരാൻ നോക്കുമ്പോൾ പോരൂല. അപ്പം ഞാനിങ്ങനെ പിടിച്ച് നൂരാണ്ടാകുമ്പോൾ നമ്മൾ മുട്ടുകാലിൽ വെച്ചിട്ട് വലിച്ചു നോക്കിയിട്ടും പോരൂല. നമ്മളിങ്ങനെ കയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കും. അങ്ങനെ തിരിച്ച് അതിൻ്റെ ഈ ലെഗ് ലൂസായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വേറെ റോഡ് തപ്പിയത്. അപ്പം എൻ്റെ ആത്മാർത്ഥമായ ചോദ്യം കേട്ടപ്പോൾ അവൻ പറഞ്ഞു തന്നാണ് ഇന്നതാണ് റോഡ് എന്നുള്ളത്. അപ്പം നമ്മൾ ആ വിവരം നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു. കാരണം കണ്ടമാനം പേര് പേഴ്സണലായിട്ട് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരാറുണ്ട്, ഈ റോഡ് ഏതാണ്. ആളുകൾ വിശ്വസിക്കൂല ഇത്രയും റഫ്യൂസ് ചെയ്യുന്ന റോഡ്. അതായത് ഏകദേശം 14-16 വന്ന ബോണിൻ്റെ റോഡ് ഉപയോഗിക്കണം വരെ എടാ നീ ഉപയോഗിക്കുന്ന റോഡ് ഏതാണെന്ന് പറഞ്ഞാണ് നമ്മളോട് ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്നേക്ക് ഫിഷിംഗ് എന്ന് വെച്ചാൽ റഫ്യൂസാണ്. അപ്പോൾ ആ റഫായിട്ട് മീനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്തിരി ടഫായിട്ടുള്ള റോഡ് തന്നെ വേണം. അതിന് പറ്റിയ റോഡാണ്. പിന്നെ മീൻ മിസ്സാവൂല. അടി ഏറ്റിരിക്കും. അതാണ് ഈ റോഡിന് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ റോഡ് ഇപ്പം അധികം കേരളത്തിലധികം കടകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം നമ്മൾ ചോദിച്ചിട്ടൊന്നും പല ആളുകളും റിയാക്ട് ചെയ്യണില്ല ഈ റോഡ് കണ്ടിട്ട്. ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് 50-120 ഗ്രാം ഉണ്ട്. ലോ വെയിറ്റ്. ഇതിൻ്റെ ലൈൻ 15-30 LB. പക്ഷെ അതുമായിട്ട് എനിക്ക് വലിയ ബന്ധം തോന്നുന്നില്ല. ചെറിയ തവളയിട്ടാണ് എനിക്ക് മീൻ പിടിക്കുന്നത്. ഞാൻ 6 ഗ്രാമിന്റെ തവള 4 ഗ്രാമിന്റെ തവളയൊക്കെ ഞാനിതിൽ എറിയാറുണ്ട്. പക്ഷെ ഇതിന്റെ ടിപ്പിനൊരു ആക്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ അതാ കമ്പോസിറ്റ് മിക്സ് വന്നേക്കൊണ്ടാണ് ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യണം. പ്യുവർ കാർബൺ അല്ല. പ്യുവർ കാർബൺ റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ചുരുക്കം മീനുകളെ മാത്രമേ ഞാൻ പൊക്കാണ്ട് കയറ്റിയിട്ടുള്ളൂ. നമ്മൾ പിടിക്കണതെല്ലാം അതിൻ്റെ റോഡിൽ തന്നെ എത്ര ഹൈറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ 3 മീറ്റർ ഹൈറ്റിൽ നിന്ന് വരെ നമ്മൾ പൊക്കി കയറ്റിയിട്ടുണ്ട് റോഡിൽ 2 കിലോ ചേർന്ന്. ആ ഒരു കേസിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം, ഒടിയൂല. ഇത് ടൈറ്റ് ആയിരിക്കുമെന്ന് മാത്രം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈ സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ ഫസ്റ്റ് റോഡിന് കയറ്റാൻ നമ്മുടെ ഇങ്ങനെ കാലയിലോട്ട് തന്നെ ഇങ്ങനെ ഈ കൂട്ടിലോട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് ഉരിപ്പോകില്ല. ഈ ഒരു റോഡ് മാത്രം ഉരിപ്പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഇപ്പം ഈ റോഡും ഉരിപ്പോണില്ല. എന്തൊക്കെയോ ചെയ്തവൻ അത് ഈ റോഡിന് ടൈറ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ചിലപ്പോൾ ആ റോഡിനുണ്ടായിരുന്ന കംപ്ലൈൻറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇല്ല. ഇതിപ്പോൾ എന്നോട് ഇതല്ലാണ്ട് എടുത്ത ഇപ്പം ഈ മിനിഞ്ഞാന്ന് ഒരുത്തിന് എടുത്തിട്ടുണ്ട് ഈ റോഡ്. മിനിഞ്ഞാന്ന് എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അറിഞ്ഞിട്ട് ശരിക്കും ഒരാഴ്ചത്തോളം ആയി. അപ്പം ഈ ആരെങ്കിലുമൊക്കെ റോഡ് എടുക്കണതിന് മുമ്പ് നമ്മളോട് ജസ്റ്റ് വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ല റോഡ്, ഇത്രയും കുറഞ്ഞ വിലയിൽ, ഇത്രയും കുടിക്കാൻ പറ്റാത്ത, ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള, ഇത്രയും ഹുക്കപ്പ് റേഷ്യോ ഉള്ള, ഇത്രയും കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റോഡ്
നമ്മുടെ അറിവിൽ കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് പിന്നെ വീണ്ടും എടുക്കണം. അപ്പൊ ഇത് കാണുമ്പോൾ റയാനും ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ തൊട്ട് റയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മ ഈ റോഡ് എടുക്കുമ്പോൾ നമ്മുടെ പഴയ റോഡ് അവനെ അറിയാന്നുള്ള മൈൻഡ് ആയിരിക്കും അവന്. പക്ഷെ ആ റോഡ് നമ്മൾ എന്തായാലും കൊടുക്കൂല. ഈ റോഡ് നമ്മളിപ്പോൾ 2 ദിവസം എറിഞ്ഞ് കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് രാശിയുള്ള റോഡ് അതായതുകൊണ്ട് നമ്മൾ അതിന് ഉപയോഗിക്കുള്ളൂ. ഇതിലെന്തായാലും നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇത് അവന് കൊടുക്കും. എന്തായാലും നമുക്ക് ഒരു പീസ് എക്സ്ട്രാ ആയില്ല. ഇതിൽ നമ്മൾ എന്തായാലും ഒരാഴ്ചക്കുള്ളെങ്കിലും ഒരു നാടൻപടിയാലും കിട്ടുമായിരിക്കും. ഒരു മീനെങ്കിലും നമ്മൾ പിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കൊടുക്കുന്നതായിരിക്കും അറിയാനായിട്ട്. അവൻ 3 കൊല്ലമായിട്ട് ഈ ചൂണ്ട് ഉപയോഗിക്കണേ. അപ്പം 3 കൊല്ലമായിട്ട് ഇവന്റെ വീഡിയോസും ചാനലും കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവൻ ഇത് എങ്ങനെ ഉപയോഗിക്കണം. അത് പട്ടിനെ തല്ലണ പോലെ മീനിനെ അടിക്കണം. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ ഇവൻ മീനിനെ വെട്ടണതും ഇവൻ മീനിനെ ഹുക്കപ്പ് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ചൂണ്ട ഒടിഞ്ഞെന്ന് എല്ലാവരും വിചാരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചൂണ്ട ഇതായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അപ്പൊ ഞാൻ എന്തായാലും ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവനിപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഇതിൻ്റെ ഒപ്പം ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റോഡായിരുന്നു ഇതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഇവനിത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഈ റോഡിനെ മടക്കി മാറ്റിയാണ്. നമുക്ക് ഇനി വേറെ ഒരു 2-3 ടാസ്ക് കൂടിയുണ്ട്. ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ കുറച്ച് റോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ അതല്ലാണ്ട് നമുക്ക് കുറച്ച് ഹുക്കുകൾ, പെട്ടെന്ന് വരാത്ത കുറച്ച് ഹുക്കുകൾ, ജേബേഴ്സിൻ്റെ നല്ല അടിപൊളി ഹുക്കുകൾ ഇവിടെ ഉണ്ട്. ചെറിയ ലൂറാണ്ട, അതായത് ഇത്രയുള്ള കുഞ്ഞു ലൂറ് കേപ്പർലാൻഡ് നമ്മുടെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു 3-4 ഹുക്കുകളെങ്കിലും നമുക്കിന്ന് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മറ്റടിച്ചിട്ട് നമ്മുടെ ഹുക്ക് നിർത്തിക്കൊണ്ട് പോയി. ഒരു പ്രാവശ്യം സ്പ്ലിറ്റ് റിങ്ങും കൊണ്ട് പോയി. അപ്പോൾ ഇപ്പം ഒരു സിംഗിൾ ഹുക്കായിട്ടാണ് ഇരിക്കണത്. ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു 3-4 വട്ടപ്പെടാകുമ്പോൾ അടിച്ച്. അപ്പോൾ എന്തായാലും നമ്മ ചെറിയ ഹുക്കൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ബെർക്ക്ലിയുടെ കുറച്ച് റോഡുകളിലൂടെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് അതൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ റെഡ് കളർ റോഡ് അതാണ് സ്റ്റാർട്ടിങ് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. ചെറിയ വുഡാണത്. ഇത് ബെർക്ക്ലിയുടെ ചെറിയ വുഡ് എന്നുള്ള റോഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല പവർ റോഡ് തന്നെയാണ്. എന്നാലും മരം പോലെയല്ല, പക്കാ മരമല്ല. അത്യാവശ്യം വളയും. നമുക്ക് മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സെറ്റപ്പ് ഉള്ള റോഡ് അത്യാവശ്യം വളഞ്ഞ് കിട്ടും. ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് 10-35 ഗ്രാം കേട്ടോ. 10-35. പിന്നെ 210, അതായത് 7 അടി റോഡ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എത്രയാണ് ചേട്ടാ? 2000 രൂപ റേഞ്ചിൽ വുഡൻ ഫിനിഷ് കേട്ടാ. വുഡൻ കോർക്ക് ഹാൻഡിൽ. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ 2000 രൂപക്ക് വുഡൻ കോർക്ക് ഹാൻഡിൽ കേട്ടോ. അത്യാവശ്യം പ്രീമിയം ലുക്കുള്ള റോഡാണ്. അവൈലബിൾ ആണ്. ഇവിടെ 2 റേഞ്ച് കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തൊട്ടടുത്ത റേഞ്ച് ഏതാണ്? ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ. നമ്മൾ സാധാരണ ഇതിൽ നമ്പർ പിൻ ചെയ്യാറില്ല. കാരണം ഒരു കടയായിട്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും പിൻ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള റോഡ് നമുക്ക് കൊടുത്ത് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും അതിൻ്റെ ഒരു നന്ദിയുണ്ടാവും. പല ആളുകളോട് ചോദിച്ചിട്ട് ആളുകൾക്ക് മെസ്സേജ് അയക്കാൻ പോലും താല്പര്യമില്ലായിരിക്കും. 2000 രൂപയുടെ റോഡ് എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല. പിന്നെ ആ റോഡെങ്കിലും ഇല്ല. അതുകൊണ്ടൊന്നും ആളുകൾക്ക് അത് ഇതും അത്യാവശ്യം ഒരു മീഡിയം ആക്ഷനുള്ള റോഡാണ് കേട്ടോ. ഇതിൻ്റെ ലൈൻ വെയിറ്റ് 8-17, ലോ വെയിറ്റ് 8/5 ഓൺസ് എന്ന് പറയുമ്പോൾ 14-30 ഗ്രാം കേട്ടോ കാസ്റ്റിംഗ് വെയിറ്റ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഈ റോഡുകളെല്ലാം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ റോഡ് വെയിറ്റ് എത്ര വന്നിടുന്ന് ഏകദേശം ഐഡിയ ഉണ്ട്? അതേ ഇത് റിവർ മോൺസ്റ്റർ എന്ന് പറയുന്ന റോഡാണ് കേട്ടോ. ബെർക്ക്ലിയുടെ തന്നെ സാധനമുണ്ട്. ഭയങ്കര ലൈറ്റാണ്. കാർബൺ റാപ്പിംഗ് ഉണ്ട്. ഫുള്ള് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുള്ള റോഡാണ് കേട്ടോ. ഇതിന് 3000 സംതിങ് വരും അല്ലേ? ലൈറ്റ് വെയിറ്റ് ഉണ്ടാ ഒരു രക്ഷയില്ല. ഇതൊന്നാണ് വെച്ചത് ഞാൻ ഇങ്ങനെ ബാസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ റീലുണ്ട് തോന്നുന്നത്.
പിന്നെ എല്ലാവരുടെയും വീഡിയോയിൽ കാണുന്ന പോലെ ഷിമാനോന്റെ ഏറ്റവും പുതിയ ചൂണ്ട അല്ലെ, ഇതാണ് ഷിമാനോന്റെ ഏറ്റവും പുതിയ ചൂണ്ട. സംഗതി സെയിലേക്ക് കഴിഞ്ഞിട്ടാ ഉണ്ടായിരുന്ന പീസുകളെല്ലാം തീർന്നു. ഞാൻ നേരത്തെ വിളിച്ചു ചോദിച്ചപ്പോ കൂടുതൽ പീസുകൾ ഉണ്ടായിരുന്നു. ഇതൊന്ന് ചെറിയ അത് കാഴ്ചയിൽ നിങ്ങൾക്ക് ഭയങ്കര വെയിറ്റ് കൂടിയ പോലെയൊക്കെ തോന്നും. ഇത് ഇതാണ് 5 പീസ് റോഡാണ്. ആകെയുള്ള നീളം ഉണ്ടാക്കാണത് 5 പീസ് റോഡാണ്. അത് കൂടാതെ ഇതിൻ്റെ അകത്തൊരു ടിപ്പ് സെക്ഷൻ എക്സ്ട്രാ കിട്ടുന്നത്. ഏറ്റവും വലിയ ഏറ്റവും വെള്ളം അത് അവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയാമോ? ഒന്ന് സ്കൾ ഡ്രാഗൺ. രണ്ട് മോഡലുണ്ട്. ഇത് സ്കൾ ഡ്രാഗറും മറ്റേത് അബ്സോർബർ. ഇത് സോഫ്റ്റ് ടിപ്പും. ഇത് ഇന്ത്യയൊക്കെ തല പൊളിക്കാനുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചു, ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഹെവി റോഡ് പോലെ ഉണ്ടാവും. പക്ഷെ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കൈ പിടിക്കുമ്പോഴാണ് പണി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ വെയിറ്റ് കാസ്റ്റിംഗിന്റെ കളക്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ആവശ്യമുള്ള പ്രൈസ് റേഞ്ച് പറയുമ്പോഴേ നമ്മൾ എടുക്കുള്ളൂ. ഈ സ്നേക് ചാമറ ഒന്നും നമുക്ക് നോർമലി 5 പീസ് പ്ലസ് ഒരു എക്സ്ട്രാ പീസ്. 4 പീസ് റോഡ് ഇവിടെ കോമൺ ആണ്. എല്ലാ ഒരുപാട് എല്ലാ ട്രാവൽ റോഡും 4 പീസാണ്. പക്ഷെ 5 പീസ് കോമൺ അല്ല. എന്റെ അറിവിലൂടെ ഒരു ബ്രാൻഡിലില്ല. ചെറിയ പാക്കേജിൽ സുഖമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. ഇവരുടെ പോപ്പിംഗ് റോഡ് 5 പീസ് ഉണ്ട്. അതിലാണ് ഞാൻ പട്ടൊന്ന് കാണിച്ചേക്കും. ഞാൻ ആ പട്ട് കാണാൻ നല്ല രസമാണ്. ബട്ട് അവര് മറ്റേ തൊമ്മന്റെ കളർ അടിച്ചേക്കുന്നത്. നമ്മുടെ വാഴയുടെ പുലിവാഴയുടെ കളറാണ് ഈ അടിച്ചേക്കണേട്ടാ. സ്പെഷ്യൽ സാധനം. പിന്നെ റേറ്റ് കുറഞ്ഞ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള റോഡായതാണ്. ഇത് ഒഴിച്ചിട്ട് 1200 രൂപക്ക് പാസഞ്ചർ റോഡ് ദൈവട റോഡാണ്. അത് മാത്രമല്ല ദൈവട എന്നുള്ളതിനേക്കാളും വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതില് മറ്റേ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഗ്രാമിന്റെ ഒക്കെ തവള പോകാൻ നമ്മ തന്നെ അന്ന് മീനടിച്ച ഒഴിയില്ല. നല്ല സുഖം ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതിന് ഇത് നിനക്കാണ്. പക്ഷെ സാധാരണ യൂസ് ചെയ്യുന്നവർക്ക് ഇത് മതി. ഇത് ഭയങ്കര 2050 അല്ലേ? അങ്ങനെ മാക്സിമം 2300 താഴെ. ഇത്രയും നല്ല വുഡൻ ഫിനിഷ്, ലൈറ്റ് വെയിറ്റ് ഉണ്ടാകും. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ. ഈ സാധനം നല്ല പൊടി അടിപൊളി സാധനം. പക്ഷെ ഇതൊന്നും അധികം കടകളിൽ വന്നിട്ട്. അപ്പൊ അതേ നമ്മൾ അന്വേഷിച്ചിരുന്ന വെച്ചാൽ ഷാഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയേക്കാം. എത്ര പീസിന്? 50 രൂപയുടെ പീസിന്. അത്യാവശ്യം നല്ലൊരു ഷാഡാണ്. ഇതിന്റെ ക്വാളിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതിപ്പോ എനിക്ക് ഓൾറെഡി ഷാഡി മീൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് എന്തായാലും എടുക്കുകയാണ് 2 പീസ്. ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് കണ്ടാൽ തന്നെ അറിയാതിൽ മീൻ അടിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. പെട്ടെന്ന് പൊട്ടയൊന്നുമില്ല. എത്ര മീൻ കിട്ടി എന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ.